ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളപ്പൊക്കിനെ കുറിച്ചാണ്. സ്ത്രീകളിലെ വെള്ളപ്പൊക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ ലൂക്കോറിയ എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്താണ് ലൂക്കോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് നോക്കാം. അതായത് നമ്മൾ സ്ത്രീകളുടെ യോനിയിൽ നിന്നും അമിതമായിട്ട് വെള്ള പോവുകയും വെള്ള ഡിസ്ചാർജ് പോവുകയും അതുപോലെ തന്നെ അതിന് നിറവ്യത്യാസം വരികയും അല്ലെങ്കിൽ അത് ഒരു ദുർഗന്ധത്തോടു കൂടി പോവുകയും അല്ലെങ്കിൽ അതിലൊരു ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ തന്നെ വളരെ വേദനയും അതുപോലെ തന്നെ ബന്ധപ്പെടുമ്പോഴൊക്കെ വേദനയുണ്ടെങ്കിൽ ഇതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നോർമലായിട്ടുള്ള വജനൽ യോനി സ്രാവമാണെങ്കിൽ പീരീഡ്സിന് മുമ്പ് ആയിരിക്കും സാധാരണ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ പീരീഡ്സിന് ശേഷം 12 ദിവസത്തിന് ശേഷം ഓവുലേഷൻ്റെ സമയത്ത് കണ്ടുവരുന്നുണ്ട്. അത് കണക്ക് ഇത് ഈ നോർമലായിട്ടുള്ളതിന് നമുക്ക് വൈറ്റ് കളറും അത് പല രീതിയിൽ മാറി മാറി വരാം. അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരാം. ചിലപ്പോൾ നല്ല കട്ടിയുള്ള ഇതായിരിക്കാം, ചിലപ്പം ലൂസായിരിക്കാം. പക്ഷേ അതിന് ദുർഗന്ധം കാണത്തില്ല. മാത്രമല്ല അത് നോർമലാണെങ്കിൽ അത് ദുർഗന്ധം കാണത്തില്ല. മാത്രമല്ല മറ്റ് നിറവ്യത്യാസമോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാണത്തില്ല നോർമലായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ്. എന്നാൽ അബ്നോർമലായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിൽ ഇതുപോലെ സ്രാവം കൂടുതലായിരിക്കും. മാത്രമല്ല അതിൻ്റെ ഘടനയിൽ വ്യത്യാസം കാണും. അതുപോലെ തന്നെ അതിൻ്റെ നിറം വ്യത്യാസം കാണും. അതുപോലെ തന്നെ ദുർഗന്ധവും ഉണ്ടാവും, വേദനയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടീഷൻസ്, സിംറ്റംസ് ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു രോഗം ട്രീറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് നോക്കാം. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടും ഇതുപോലത്തെ ഡിസ്ചാർജുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ബാക്ടീരിയൽ ആണെങ്കിൽ നല്ല സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അതായത് ഫൗൾ സ്മെൽ അല്ലെങ്കിൽ ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് നമുക്ക് ഉണ്ടതെങ്കിൽ. മാത്രമല്ല ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ കോട്ടൺ ചീസി അപ്പിയറൻസ് ആയിരിക്കും ആ ഒരു ഡിസ്ചാർജിനുണ്ടാകുന്നത്. അതായത് നമ്മുടെ ചീസിൻ്റെ ഡിസ്ചാർജ് പോലെ ആയിരിക്കും അത് വരുന്നത് ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ. അതിൽ പ്രത്യേകിച്ച് ദുർഗന്ധം ഉണ്ടാവുന്നതായിരിക്കില്ല. പക്ഷേ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നല്ല ഇച്ചിങ് കാണും. അതുപോലെ തന്നെ അതായത് നല്ല ചൊറിച്ചിൽ കാണും. ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ചൊറിച്ചിൽ കാണും. അതുപോലെ തന്നെ അത് നല്ല തൈര് പോലത്തെ ആയിരിക്കും അതിൻ്റെ ആ ഡിസ്ചാർജ് ഇരിക്കുന്നത്. വെള്ള കളറിൽ തന്നെ തൈര് പോലത്തെ ഇരിക്കുന്ന ഡിസ്ചാർജ് ആണെങ്കിൽ അത് നമ്മൾക്ക് പറയാൻ പറ്റും അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അതുപോലെ തന്നെ അതിന് നല്ല ചൊറിച്ചിൽ കാണും. ഇതിൽ നമുക്ക് ഏത് ടൈപ്പ് ഡിസ്ചാർജ് ആണെന്നുള്ളത് നമുക്ക് മരുന്ന് മാറിക്കൊണ്ടിരിക്കും. കാരണം ഇത് ഓരോ ടൈപ്പിനും ഓരോ ഓർഗാനിസമാണ് അത് കോസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചീസ് കണക്കത്താണെങ്കിൽ അത് ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കും. അതായത് കർഡിയായിട്ട്, അതായത് കർഡിൻ്റെ പോലെ, അതായത് തൈരിലെ പോലെ ആണെങ്കിൽ നമുക്കത് ഫംഗൽ ഇൻഫെക്ഷനായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ മരുന്നിൻ്റെ തരുന്നതും ആൻറ്റി ഫംഗലായിരിക്കും. ഒന്ന് ആൻറ്റി ബാക്ടീരിയൽ ആയിരിക്കും, ഒന്ന് ആൻറ്റി പാരസിറ്റിക് ആയിരിക്കും. അങ്ങനെയായിരിക്കും അതിൻ്റെ മരുന്നിൻ്റെ ഘടന വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ആ ഒരു ഡിസ്ചാർജ് ചിലപ്പോൾ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിച്ച് അതേത് ഓർഗാനിസമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മരുന്ന് തരാനായിട്ട് അവർ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നത് തന്നെ കുറച്ച് വെള്ളം അധികം കുടിക്കണം. അപ്പോൾ നമ്മുടെ ആ യോനി ഭാഗം നല്ല pH മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറിക്കിട്ടാനും സഹായകരമാണ്. മാത്രമല്ല നമ്മൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള, അതായത് നനഞ്ഞ ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. അത് ഈ ഓർഗാനിസമൊക്കെ വളരാൻ വളരെ സഹായകരമായിട്ടുള്ളതുകൊണ്ട് ഈ നനഞ്ഞതും അതുപോലെ തന്നെ ടൈറ്റും ആയിട്ടുള്ള ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഇതുപോലെ നമുക്ക് മറ്റ് വിറ്റാമിൻ സി കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ
ഫെനുഗ്രിക് സീഡ്സ്, അതായത് ഉലുവ പൊടിച്ചത് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് വീതം കഴിക്കുന്നത് നല്ലതാണ്. അതും കൂടുതൽ നമ്മുടെ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ മൂത്രം പോകാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ മാറി കിട്ടാനും ഒക്കെ സഹായകരമാണ്. ഈ നമ്മുടെ ഉലുവ ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആയുർവേദത്തിൽ നമ്മൾക്ക് മെഡിക്കേഷൻസ് ഉണ്ട്. അതായത് ശതാവരികുളം, അതുപോലെ തന്നെ മുസ്ലി കദരിയാതി കഷായം, ഇതുപോലെ ത്രിഫല തോടിട്ട് വെള്ളം ത്രിഫല കഴിക്കുന്നതും നല്ലതാണ്. നെല്ലിക്കയുടെ ഒരു ഇത് കണ്ടൻ്റാണ് ത്രിഫലയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ത്രിഫല ചൂർണ്ണം കഴിക്കുന്നതും നല്ലതാണ്. അതും നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാത്രമല്ല ത്രിഫല തോടിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ആൻറ്റി സെപ്റ്റിക്കായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് യോനി ഭാഗം വാഷ് ചെയ്യാനായിട്ട് ത്രിഫല ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ റെക്കറൻ്റായിട്ട്, അതായത് വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടി സഹായകരമായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.